ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് വികാരങ്ങളും സത്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലാണ്. രോഹിത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് സമ്മതിക്കുന്ന നിമിഷത്തിലാണ് കഥ തുടങ്ങുന്നത്. ചേച്ചിയുടെ മുന്നിൽ ഇരുന്ന് രോഹിത് പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ പോയ വഴികൾ തെറ്റായിരുന്നു. അവൻ തുറന്നു പറയുന്നു, ഹരി വിളിച്ചപ്പോൾ താൻ പോയത് എന്തിനാണെന്ന് തനിക്കറിയാമായിരുന്നു. അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാതല്ല പോയത്. എല്ലാം അറിഞ്ഞിട്ടും പോയതാണ്. ചേച്ചി അവനെ നിർത്തുന്നില്ല. കാരണം അവൾക്കറിയാം, സത്യം പറയാൻ തുടങ്ങുന്ന ആളെ നിർത്താൻ പാടില്ല എന്ന്. അവൾ ചോദിക്കുന്നു, നീ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയത് എന്തിനാ? ഇതിന് രോഹിത് മറുപടി പറയുന്നു, എനിക്ക് വാശിയായിരുന്നു. അച്ഛനോടും നിങ്ങളോടും. അവന്റെ ഉള്ളിലെ വിഷമങ്ങൾ, കോപം തെറ്റായ തീരുമാനങ്ങളായി മാറി കഥയാണ് അവൻ തുറന്നു പറഞ്ഞത്. പക്ഷേ അതിന്റെ ഇടയിൽ ഒരു വലിയ തിരിച്ചറിവ്, ഞാൻ തെറ്റ് ചെയ്തു, പക്ഷേ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഈ വാക്കുകൾ കേൾക്കുന്ന ചേച്ചി അവനെ കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് അവൾ പറയുന്നു, തെറ്റ് സമ്മതിക്കാൻ കഴിയുന്നവനാണ് വലിയവൻ. ഇവിടെ നിന്നാണ് രോഹിത്തിന്റെ കഥാപാത്രം മറിഞ്ഞു തുടങ്ങുന്നത്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒരു വലിയ സത്യം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ടോണിയുടെ ജീവിതം അവൻ കരുതിയതുപോലെ ശാന്തമായിരുന്നില്ല. അവന്റെ ഭാര്യയും ഷെറിന്റെ പഴയ ജീവിതത്തെക്കുറിച്ചും അവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പുറത്തു വരുന്നു. ടോണിയുടെ മുന്നിൽ ചിലർ എത്തുന്നു. ഒരു സാധാരണ സന്ദർശനം പോലെ തോന്നിയെങ്കിലും അവരുടെ ചോദ്യങ്ങൾ ടോണിയുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അവരോട് അവർ ചോദിക്കുന്നു, ഷെറിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു? ആ ചോദ്യം കേട്ടപ്പോൾ ടോണി ഞെട്ടുന്നു. അവൻ പറയുന്നു, അതെനിക്കറിയില്ല, അവൾക്ക് തന്നെ അറിയില്ല. പക്ഷെ പിന്നീട് വരുന്ന വിവരങ്ങൾ ടോണിയുടെ ലോകം തകർക്കുന്നു. സത്യം എന്തായിരുന്നു? ഷെറിന് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു. ഈ സത്യം കേൾക്കുമ്പോൾ ടോണിയുടെ ഉള്ളിൽ ഒരു തീ കത്തി തുടങ്ങുന്നു. അവൻ ചോദിക്കുന്നു, എന്നെ സ്നേഹിച്ചതെല്ലാം നാടകമായിരുന്നു. അവൻ വിശ്വസിച്ച സ്നേഹം അവന് വേണ്ടി സത്യമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല. ഇവിടെ കഥയുടെ ഏറ്റവും ഇമോഷണൽ ഭാഗം തുടങ്ങുന്നു. ടോണി തന്റെ വേദന പുറത്തേക്ക് വിടുന്നു. എനിക്കിതൊന്നും സഹിക്കാനാവില്ല, അവൻ പറഞ്ഞു. ഒരാളെ എത്ര സ്നേഹിച്ച് പിന്നെ അവൾ മറ്റൊരാളുടേത് ആയിരുന്നു എന്ന് അറിയുമ്പോൾ അത് എങ്ങനെ സഹിക്കും? ഈ വാക്കുകൾ ഒരു ഭർത്താവിന്റെ തകർച്ചയാണ്. പക്ഷേ മറുവശം വരുന്നവരുടെ വേദനയും കുറവല്ല. അവർ പറയുന്നു, ഞങ്ങൾക്ക് നമ്മുടെ മകന്റെ കുഞ്ഞിനെ കണ്ടെത്തണം. അവരുടെ മകൻ ഇനി ജീവിച്ചില്ല, പക്ഷേ അവന്റെ ഓർമ്മയായി ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് അവർക്ക്. അവർ ടോണിയോട് അപേക്ഷിക്കുന്നു, നിനക്ക് സഹായിക്കാമോ? ഇവിടെ ടോണിയുടെ പ്രതികരണം വളരെ ശക്തമാണ്. അവൻ പറയുന്നു, എന്റെ ഭാര്യയുടെ പഴയ ബന്ധത്തിൽ നിന്നുള്ള കുഞ്ഞിനെ ഞാൻ തേടണം, അത് നിങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ വാക്കുകളിൽ അവന്റെ വേദനയും കോപവും നിറഞ്ഞിരിക്കുന്നു. അവൻ വ്യക്തമാക്കുന്നു, ഞാൻ ഇതെല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ അത് വീണ്ടും തുറക്കുന്നത്. ഇവിടെ ഒരു വലിയ ചോദ്യമായിരുന്നു, സത്യം അറിയുക നല്ലതാണോ, അല്ലെങ്കിൽ ചില സത്യങ്ങൾ അറിയാതിരിക്കുന്നത് നല്ലതാണോ? ടോണിയുടെ ജീവിതം ഈ ഒരു സത്യത്തിൽ മുഴുവനായി മാറിപ്പോയി. ഇതിന്റെ ഇടയിൽ രോഹിത്തിന്റെ കഥയും മുന്നോട്ട് പോകുന്നു. അവൻ തെറ്റുകൾ സമ്മതിച്ചെങ്കിലും അവൻ ചെയ്തത് ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ചോദ്യം, അവൻ തന്റെ ജീവിതം തീർക്കാനാകുമോ? സമൂഹം അവനെ സ്വീകരിക്കുമോ? ഈ എപ്പിസോഡ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? തെറ്റ് ചെയ്യുന്നത് മനുഷ്യ സ്വഭാവമാണ്, പക്ഷേ അത് സമ്മതിച്ച് തിരുത്തുന്നത് വലിയ ധൈര്യമാണ്. സ്നേഹം, വിശ്വാസം, വഞ്ചന ഇവയൊക്കെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതാണ് ഈ കഥ കാണിക്കുന്നത്. അവസാനം ടോണി അവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ പറയുന്ന ഒരു വാക്ക്, ഇനി എന്നെ തിരക്കി വരണ്ട. ആ വാക്കിൽ ആ ബന്ധത്തിന്റെ അവസാനവും ഒരു മനുഷ്യന്റെ തകർച്ചയും ഒളിഞ്ഞിരിക്കുന്നു. ഇനി എന്താകും? ടോണി ഈ സത്യങ്ങൾ അംഗീകരിക്കുമോ? ആ കുഞ്ഞിനെ കണ്ടെത്തുമോ? രോഹിത്തിന്റെ ജീവിതം മാറുമോ? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ അടുത്ത എപ്പിസോഡ് കാത്തിരിക്കണം. നിങ്ങൾക്ക് എന്താണ് കരുതുന്നത്? ടോണി ശരിയായ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ അവൻ കൂടുതൽ ക്ഷമ കാണിക്കണമായിരുന്നു? കമന്റിൽ പറയാൻ മറക്കണ്ട. ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി വരാം.